ഹോട്ട് വീൽസിലൂടെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് തന്നെ അതിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളും നമ്മൾ അതിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് ഇല്ലയെന്നുണ്ടെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്, ഞങ്ങൾ അറിയുന്നുണ്ട് അത് എത്രത്തോളം നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ പുതിയ എപ്പിസോഡിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയ വാഹനം മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ മോഡലായ XUV 500. ഈ വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്ന ഒരു ക്യാപ്ഷനുണ്ട്, എക്സ്പീരിയൻസ് ദ ത്രിൽ. ഈ വാചകം എത്രത്തോളം സൂട്ട് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. മഹീന്ദ്രയുടെ വാഹനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 500D മുതലാണ് ഈ വാഹനങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങി തുടങ്ങിയത്. അതായത് 500D എന്നുള്ള മോഡലാണ് ആദ്യം മഹീന്ദ്ര ഇറക്കിയത്. അതിനുശേഷം DI ഇറങ്ങി, അതിനുശേഷം MM540, മേജർ, താർ, അങ്ങനത്തെ ഒരുവിധം ഓഫ് റോഡിങ് വെഹിക്കിൾസാണ്, ശരിക്കും ഓഫ് റോഡിങ് ലുക്സ് ഉള്ള വെഹിക്കിൾസാണ് അധികവും മഹീന്ദ്ര ഇറക്കാറുള്ളത്. ഇന്ത്യൻ റോഡുകളുടെ അവസ്ഥയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല വാഹനമാണ് മഹീന്ദ്രയുടെ. അപ്പം അതിൻ്റെ ലുക്ക് വൈസ് ആയാലും അതിൻ്റെ ഒരു എൻജിൻ പെർഫോമൻസ് ആയാലും അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ആയാലും ശരിക്കും ഇന്ത്യൻ റോഡ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു വാഹനമാണ് മഹീന്ദ്ര. അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടാക്കുന്ന പല കമ്പനീസുണ്ട്, വേറെ വാഹന നിർമ്മാണ കമ്പനികൾ ഒരുപാടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാരുതി ഇതേപോലെ ഒരു ഇന്ത്യൻ റോഡ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന വാഹനങ്ങളാണ് അധികമുള്ളത്. എന്നിരുന്നാൽ കൂടെ ഇതിന് മഹീന്ദ്രയുടെ ഒരു ബോഡി ലാംഗ്വേജ് പക്ക ഒരു ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു റഫ് ലുക്ക് ഫീൽ ചെയ്യിക്കുന്നൊരു വാഹനമാണ്. അതിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ശരിക്കും കൂടുതൽ ആരാധകരും ഈ വാഹനത്തിനുള്ളത്. ഇപ്പം ഉൾനാട് റൂറൽ ഏരിയ ആയാലും ടൗൺ ഏരിയ ആയാലും ശരിക്കും പറയുകയാണെങ്കിൽ ഈ വാഹനം ശരിക്കൊരു മുതൽക്കൂട്ടാണ് ജനങ്ങൾക്ക്. ഇപ്പം ഒരുപാട് ആളുകളെ കയറ്റി പോകാനും അല്ലെങ്കിൽ ഒരുപാട് ലോഡ് വെക്കുവാനും ഇപ്പോഴത്തെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ യാത്ര ചെയ്യാനും നല്ലൊരു വാഹനമാണ് മഹീന്ദ്ര. ശരിക്കും മഹീന്ദ്രൻ്റെ XUVനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് തന്നെ പറയാനുള്ളത്. നല്ലൊരു ശരിക്കും ഒരു റഫ് ലുക്കാണ്, മസ്കുലർ ലുക്കാണ് ശരിക്കും ഈ വാഹനത്തിന് മഹീന്ദ്ര കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനികൾ മുഖ്യ ഒരു പങ്ക് വഹിക്കുന്നൊരു വാഹന നിർമ്മാണ കമ്പനിയാണ് മാരുതിയും ഇതേപോലെ തന്നെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടിയിട്ടാണ് വാഹനങ്ങൾ ഇറക്കുന്നത്. ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ മാരുതി ഇറക്കാറുള്ളത്. അതിൻ്റെയൊക്കെ ഒരു മോഡൽ ലുക്ക് നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ഫ്ലാറ്റ് ലുക്കാണ്. ഒരിക്കലും ഒരു ബൾജോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു മസ്കുലറോ അല്ലാത്ത വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ മാരുതി ഇറക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയാണ് മഹീന്ദ്ര. എക്സ്ട്രീം ലുക്കാണ് മഹീന്ദ്രയ്ക്കുള്ളത്. ശരിക്കും ഒരു ഓഫ് റോഡിങ് അല്ലെങ്കിൽ ഒരു മസ്കുലർ ലുക്കാണ് ഈ വാഹനത്തിന് മഹീന്ദ്ര കൊടുക്കുന്നത്. മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങൾക്കും ഉള്ളൊരു കാര്യമാണത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ ശരിക്കും ഒരു ഭയങ്കര ഹരം ഈ ഒരു വാഹനം വന്നെത്തിച്ചേർന്നുണ്ട്. കാരണം നമ്മളിത് കാണുന്ന സമയത്ത് തന്നെ ഒരു ഫസ്റ്റ് ലുക്ക് തന്നെ നമുക്കിതിൽ ഒരു പ്രത്യേക ഇഷ്ടം ഈ മഹീന്ദ്രയുടെ വാഹനങ്ങൾക്ക് തോന്നും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ആദ്യം ഒരു വാഹനം പോകുന്ന സമയത്ത് നമ്മൾ നോക്കി നിന്നു. അതാണ് ഈ മഹീന്ദ്രയുടെ ഒരു കഴിവ്. ശരിക്കും ഒരു വാഹനങ്ങൾക്ക് കൊടുക്കുന്ന മോഡൽസിന് അതിൻ്റെ ഒരു കഴിവ് ശരിക്കും മഹീന്ദ്രയുടെ അത് തന്നെയാണ്. മുൻപേ പറഞ്ഞ പോലെ തന്നെ XUV അല്ലെങ്കിൽ മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങൾക്കും ഒരു റഫ് ലുക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ശരിക്കും ഈ വാഹനത്തിനും ഏത് സൈഡ് നോക്കുകയാണെങ്കിലും ഒരിക്കലും അത് കുറയ്ക്കാത്ത രീതിയിൽ തന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലക്ഷറി ഫീൽ ചെയ്യും. പല വാഹനങ്ങൾക്കും പല ലക്ഷറി കാർസിനും അത് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് പുറത്ത് ഒരിക്കലും ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഈ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വാഹനത്തിനുള്ളിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള അത്രയും ലക്ഷറി തന്നെ പുറത്തും നമുക്ക് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ലക്ഷറി ശരിക്കും ഒരു കോസ്റ്റ്ലി വെഹിക്കിൾ അല്ലെങ്കിൽ ലക്ഷറിയസ് വെഹിക്കിൾ എന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ പുറമേ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു 10 ആൾക്കാർ അല്ലെങ്കിൽ 4 ആൾക്കാർ നോക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് പുറമേ ഉള്ള ലക്ഷറി ഉള്ളിലുള്ള ലക്ഷറി സെയിം രീതിയിൽ തന്നെ മഹീന്ദ്ര ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്.
പൊതുവെയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പറയുന്ന ഒരു എപ്പിസോഡിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം എത്തുമ്പോഴാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നേരത്തെ തുടങ്ങുകയാണ് ഈ എപ്പിസോഡിൽ. അത് ഒരുപാട് ഉണ്ട്, അത്രയും പറയാനുണ്ട്. അത്രത്തോളം അതിൻ്റെ ഇൻറ്റീരിയർ വളരെ മനോഹരമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. ശരിക്കും പുറമെ കൊടുത്തിരിക്കുന്ന ലുക്സ് എത്രത്തോളം ലക്ഷറിയസ് ആണെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. അത്രത്തോളം ലക്ഷറിയസും അത്രത്തോളം സ്പോട്ടി ആയിട്ടാണ് ഈ വാഹനത്തെ ഇൻറ്റീരിയർ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരുപാട് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരുപാട് ടെക്നോളജി വൈസ് ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് XUV 500 അതുകൊണ്ട് തന്നെ 500 XUV 500ൻ്റെ ഇൻറ്റീരിയേഴ്സിനുള്ള മാർക്ക് ശരിക്കും 500 ഔട്ട് ഓഫ് 500 തന്നെയാണ്. എല്ലാ വാഹനത്തിൻ്റെയും സ്റ്റൈലിംഗ് ഒരു പ്രധാന ഘടകമാണ്. എല്ലാ വാഹനത്തിനും, പ്രത്യേകിച്ച് XUV 500. ഇതിൻ്റെ ഒരു സൈഡ് പോർഷൻസ് നമ്മൾ നോക്കാം. സൈഡ് പോർഷൻസിൽ ശരിക്കും പറഞ്ഞിട്ടുള്ളത് നമുക്ക് വലിയൊരു മാറ്റം എന്ന് പറയാനുള്ളത് അതിൻ്റെ സൈഡ് വ്യൂ മിറേഴ്സിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. ഈ ഒരു സ്റ്റൈലിംഗ് ശരിക്കും നോക്കുകയാണെങ്കിൽ കുറച്ച് മുൻപത്തെ കാലഘട്ടത്തിൽ മെർസിഡീസ് ബെൻസ് അല്ലെങ്കിൽ Audi കുറച്ച് ഒരു ഹൈ എൻഡ് വേർഷൻസിന് മാത്രം നൽകി വരുന്നൊരു ഫീച്ചറാണ്. അത് ഈ വാഹനത്തിനും ഇപ്പം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ന്യൂ ജനറേഷൻ വെഹിക്കിൾസിനും അതുണ്ട്. ശരി നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഭയങ്കരമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഈ സൈഡ് വ്യൂ മിറേഴ്സിലുള്ള ഇൻഡിക്കേറ്റർ. ശരിക്കും കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇട്ടാൽ പൊതുവേ ഫ്രണ്ടിലും ബാക്കിലും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതിന് പകരം ഇത് സൈഡ് വ്യൂ മിററിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ വളരെയധികം മറ്റുള്ള വാഹനങ്ങൾക്ക് വിഷ്വലി കാണാൻ പറ്റും. വാഹനത്തിന് ഉണ്ടോ ഇല്ലേ, തിരിയുന്നുണ്ടോ, ഏത് സൈഡിലേക്കാണ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുള്ളതെന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റൈലിംഗ്, അതിൻ്റെ ഒരു മസ്കുലർ ഫീൽ, അത് ഫ്രണ്ടിലുള്ള അതേ ഫീൽ തന്നെയാണ് സൈഡിലും അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ശരിക്കും ആ ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്, ആ ഒരു മസ്കുലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. നോർമലി നമ്മുടെ മറ്റുള്ള വാഹനങ്ങൾ, മറ്റുള്ള SUV കാറ്റഗറി ആയാലും സിഡാൻ ക്ലാസ് ആയാലും ഹാച്ച് ബാക്ക് ആയാലും സാധാരണ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുക്കാറ്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിൽസ് ഉള്ളത്. XUV 500 ശരിക്കും ഒരു SUV സെഗ്മെൻറ്റിൽപ്പെട്ടൊരു വാഹനമാണ്. പൊതുവേ ആളുകൾ SUV സെഗ്മെൻറ്റ് വാഹനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യവും ശ്രദ്ധിക്കാറില്ല, പ്രത്യേകിച്ച് മൈലേജ്, അതിൻ്റെ വെയിറ്റോ അതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം അതൊരു SUV സെഗ്മെൻറ്റാണ്. ഒരു ഓഫ് റോഡിങ് ഫെസിലിറ്റിക്ക് അല്ലെങ്കിൽ ഒരു റഫ് റോഡിന് വേണ്ടിയിട്ട് എടുക്കുന്നൊരു വാഹനമാണ് ശരിക്കും SUV സെഗ്മെൻറ്റ്സ്. ശരിക്കും നോക്കുകയാണെങ്കിൽ XUV 500ൽ കമ്പനി കൊടുക്കുന്ന ഒരു മൈലേജ് അല്ലെങ്കിൽ കമ്പനി പറയുന്നൊരു മൈലേജ് 15.3 ആണ്. അത് ശരിക്കും നമ്മളിപ്പം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് നമുക്ക് ഏകദേശം അത്രത്തോളം തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4585 mm ആണ്. ശരിക്കും ഇത്രയും വലിയൊരു വാഹനമാണെങ്കിൽ കൂടി ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് 5.6 മീറ്ററാണ്. ശരിക്കും വളരെ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ചെറിയൊരു ടേണിംഗ് റേഡിയസ് ഉള്ളൊരു വാഹനമാണ് XUV 500. ഇതിൻ്റെ കർവ് വെയിറ്റ് എന്ന് പറയുന്നത് 2450, അതായത് 2450 കിലോഗ്രാമാണ്. ഇത്രയധികം വെയിറ്റ് ഉണ്ടെങ്കിൽ കൂടെ ഈ വാഹനത്തിൽ നിന്ന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ XUV 500 SUV സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ചൊരു വാഹനം തന്നെയാണ്. ഇത്രയും അധികം അഡ്വാൻസ് ടെക്നോളജി ഉള്ള ഈ വാഹനത്തിന് നമ്മൾ ശരിക്കും കൊടുക്കുന്നൊരു പോയിൻറ്റ് 500 ഔട്ട് ഓഫ് 500 തന്നെയാണ്. ഇപ്പോൾ XUV 500ൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു ഭയങ്കര മാസീവ് അഗ്രസീവ് ലുക്കാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ നല്ല രീതിയിൽ തന്നെ എല്ലാം ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫോഗ് ലാംപ്സ് ആയാലും ശരി, ബാക്കിയുള്ള ഗ്രില്ലായാലും ശരി, ഒന്നും വെച്ച് പിടിപ്പിച്ച അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നില്ല. അതിൽ ശരിക്കും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഹെഡ് ലാമ്പ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ബെൻഡ് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സ് ആണ്. ശരിക്കും നമുക്കൊരു വാഹനം ഒരു കുറച്ചൊരു ഗാർഡ് സെക്ഷനിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പോവുകയാണെങ്കിൽ നമുക്കിപ്പം സ്റ്റിയറിംഗ് തിരിയുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ്സും മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഫ്രണ്ടിൽ വരുന്ന റോഡ് നമുക്ക് ശരിക്കും നല്ല വിസിബിളായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ബെൻഡാണെങ്കിലും ബാക്കിയുള്ളൊരു കയറ്റോ ഇറക്കമൊക്കെ ആണെങ്കിൽ തന്നെ ശരിക്കും അതിനനുസരിച്ചിട്ട് ഇത് മൂവ് ചെയ്യും. അതിന് നമുക്ക് ശരിക്കും ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് എന്തെങ്കിലും ഒരു ഫ്രണ്ടിലൊരു ശരിക്കൊരു ഒരു ഹമ്പോ അല്ലെങ്കിൽ ഒരു കയറ്റത്തിനുള്ള ഹമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗട്ടറോ ഉണ്ടെങ്കിൽ ശരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിതിന് ശരിക്കും ഈ വാഹനത്തിനൊരു എക്സ്ട്രാ ഒരു മാസീവ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ബോണറ്റിൽ ശരിക്കും 2 കട്ടിങ് വന്നിട്ടുണ്ട്. ശരിക്കും നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ചാടി പിടിക്കാൻ വരുന്ന ഒരു കടുവയുടെ ഒരു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റൈലിംഗ് ആണ് ഇതിൻ്റെ ഫ്രണ്ടേജിൽ കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ കമ്പാരിസൺ അല്ലെങ്കിൽ ഈ XUV 500ൻ്റെ കമ്പാരിസൺ മഹീന്ദ്ര ചെയ്തിട്ടുള്ളത് ചീറ്റയുമായിട്ടാണ്. ഈ ചീറ്റയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്തെന്ന് വെച്ചാൽ ശരിക്കും ഒരു ഓഫ് റോഡ് ആയതുകൊണ്ടാവാം പല രീതിയിൽ അതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്കാണെങ്കിലും ഭയങ്കര ഒരു അഗ്രസീവ് ലുക്കാണെങ്കിലും അതിൻ്റെ ഗ്രാഫിക്കൽ സൈഡാണെങ്കിലും ഹാൻഡിൽ ഡോർ ആണെങ്കിലും ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും അതിൻ്റെ എല്ലാം ഒരു കമ്പാരിസൺ വന്നിട്ടുള്ള ചീറ്റയുമായിട്ടാണ്. വളരെ ഒരു അഗ്രസീവ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു എടുത്ത് ചാടുന്നൊരു രീതിയിലുള്ളൊരു ഡിസൈനിങ് ആണ് ശരിക്കും XUV 500ന് മഹീന്ദ്ര കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഈ വാഹനത്തിന് യൂസ് ചെയ്തത്. ഏതൊരു ലക്ഷറി വാഹനത്തിന് നോക്കുകയാണെങ്കിലും ഇപ്പം എല്ലാ ലക്ഷറി വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷനും ശരിക്കും എലോയ് വീൽസ് കൊടുക്കാറുണ്ട്. ഈ വാഹനത്തിനും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. 5 സ്പോക്ക് എലോയ് കൂടിയുള്ള ഒരു എലോയ് വീലാണ് ഈ വാഹനത്തിന് XUVക്ക് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ ഇപ്പം ഒരു SUV സെഗ്മെൻറ്റിൽപ്പെട്ട ഒരു വാഹനമാകുമ്പോൾ നമ്മൾ പൊതുവേ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാറില്ല. പക്ഷേ എന്നിരുന്നാലും ഈ വാഹനത്തിന് 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. SUV സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് XUV 500ന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുറമേ കാണുന്നുള്ള പോലെയുള്ള ഒരു ലക്ഷറി തന്നെയാണ് ഉള്ളിലുമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഓഫ് റോഡർ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയുകയില്ലെങ്കിലും തികഞ്ഞൊരു ഓഫ് റോഡിങ് വെഹിക്കിളാണ് XUV 500. ശരിക്കും XUV 500ൻ്റെ എൻജിൻ റൂമാണിപ്പോൾ. എൻജിൻ വളരെ നല്ല രീതിയിലാണ് ഫേർണിഷ് ചെയ്തിട്ട് ശരിക്കും ഒരു പവർഫുൾ എൻജിനാണ്. അത് ശരിക്കും ഒരു ഓഫ് റോഡിങ് വെഹിക്കിൾസിന് സെറ്റ് ചെയ്യുന്ന മാതിരിയല്ല, ശരിക്കും നല്ല രീതിയിൽ നല്ലൊരു ഫേർണിഷിങ് ആയിട്ടുള്ള രീതിയിലാണ് ശരിക്കും XUV 500ൻ്റെ എൻജിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻജിൻ എന്ന് പറയുന്നത് MHawk എൻജിനാണ് ഈ വാഹനത്തിന് യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും വളരെ സൈലൻ്റ് ആയിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള എൻജിനാണ് MHawk എൻജിൻ. 140 bhp ആണ് ഇതിൻ്റെ പവർ. കൂടാതെ 330 Nm ടോർക്കും ഈ വാഹനത്തിന് ലഭ്യമാണ്. വളരെ എന്താ പറയുക ഒരു ഓഫ് റോഡിങ് അല്ലെങ്കിൽ വളരെ ഒരു റേസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു എൻജിൻ സ്റ്റൈലാണ് ഈ വാഹനത്തിനുള്ളത്. ഇത് നല്ലൊരു പവർഫുൾ എൻജിനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് ഫേർണിഷ് ചെയ്തിട്ടുണ്ട്.